പരട്ട സ്വാമി ഏത് ഉഗാണ്ടൊക്കെ വിട്ടത് ഇവിടെ? സംസാരം കുറയ്ക്കൂ. അതിന് ഞാൻ വളവള സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നിന്നെ പ്രേതം കടിച്ചു കൊണ്ടുപോകും. ആ നൃത്തത്തിന്റെ നടുവിൽ വെക്കൂ. വെച്ചു. ഇതാണ് കല്യാണം ലക്ഷ്മി തമ്പി. ഇത്ര സുന്ദരി ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ലാണോ? മനസ്സിന്റെ കുറെ തോന്നലേ. ആ ചാവി എടുത്ത് കവാടം തുറക്കൂ. തുറക്കാൻ പറ്റണില്ലല്ലോ. നന്നായി വേഗം തുറക്കൂന്നേ. ആരാ? എന്നെ മനസ്സിലായില്ല കുട്ടി? ഇല്ല. ഒട്ടും മനസ്സിലായില്ലേ? ഇല്ല. കുട്ടി എന്തിനാ ഈ പേടിക്കുന്നേ? ഞാനൊരു യക്ഷിയാണ് കുട്ടി. പേടിച്ചല്ല കുട്ടി. നീ എന്തിനാ നീ പേടിക്കുന്നത്? ചോരൊന്നും കുടിക്കില്ല കുട്ടി. ഞാൻ നല്ല പ്രേതമാണ് കുട്ടി. പ്രേതങ്ങളിലും നല്ല ചിന്ത കണ്ടോ? ഉണ്ട്. അപ്പൊ ഈ നല്ല പ്രേതം പറയണേ? അല്ല, അപ്പൊ ഈ നല്ല പ്രേതം എങ്ങനെ ഇവിടെ എത്തി? 36 വർഷങ്ങൾക്ക് മുമ്പ്. പേരെന്താ? മീനാക്ഷി. മീനാക്ഷി. 36 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പ്രതിഭയായി ഇങ്ങനെ നിക്കണു. ഇങ്ങനെ കുറച്ച് എട്ടുകാലികളൊക്കെ എന്തോ സാധനം ഉണ്ടല്ലോ, അതും കുറച്ച് പല്ലികളും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൂട് കൂട്ടുകയാണ് ഇന്റെ മേത്തിങ്ങനെ. ഓരോ കൂട് കൂട്ടാതെ ഹൗസാ ഞാനേ. അതിനിപ്പോ ഞാൻ ഇതിപ്പോ എന്ത് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞാ മോളെ. എനിക്ക് അവർ കൊച്ചു പ്രേമുണ്ട്. പ്രേതുണ്ടായി. പ്രേതോ? പ്രേതല്ല, പ്രേമം. ഇന്റെ കാമുകന്റെ പേരാണ് ഉണ്ണി. ശരിയായിരിക്കും. എങ്ങനെ മനസ്സിലായി? ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ലുക്കൊക്കെ വെച്ച് നോക്കുമ്പോ ഉണ്ണി നന്നായി കാരം. ചെറുപ്പം മുതലേ കണ്ടു വളർന്ന കുളണ്ടായിരുന്നു. ആ കുളത്തിന്റെ പേരാണ് അണ്ടിക്കുളം. അണ്ടിക്കണോ? അതെന്ത് പേര്? ആ കുളത്തിന്റെ അടുത്ത് ഒരു അണ്ടിക്കുളം ഉണ്ട്. അണ്ടിക്കുളത്തിന്റെ അടുത്ത് ഒരു അണ്ടിമരുണ്ട്. അണ്ടിമരം. യെസ്. എന്നിട്ട് ആ അണ്ടിമരത്തിൽ നിന്ന് അണ്ടികൾ വീഴുന്നത് കൊണ്ടാണ് അണ്ടിക്കുളം എന്ന് പറയുന്നത്. അണ്ടിക്കുളം എന്ന് പറയുന്നത്. എല്ലാം എങ്ങനെയാണ് ഉണ്ണിയാണ് മതിച്ചാണ് അത് വെച്ച്? ഉണ്ണിയേട്ടനാ മരിച്ചത്. എങ്ങനെ വെച്ച്? ഒരു ദിവസം ഞാനും അവനും തൊഴിലാളികളും കൂടി ചേർന്ന് ഞങ്ങൾ അണ്ടിക്കുളത്തിന്റെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയി അവരോട് ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന കുളമാണെന്ന്. അത് കേട്ടതും ഒരൊറ്റ ചാട്ടം. അങ്ങകലെത്തിയപ്പോ ഒരു വലിയ ബോർഡുണ്ട്. ബോർഡ് കണ്ടതും ഒരൊറ്റ വരവ്, ഒരൊറ്റ അടി. അതിനും മാത്രം ബോർഡിലുണ്ടല്ലേ? ഇവിടെ മുതലുണ്ട്. സ്വന്തം കാമുകനെ കൊണ്ടുകൊണ്ട് ഒരു മുതലെ കൊടുത്തിക്കടേ. അത് കുട്ടി ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടി ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ എന്റെ കളി ചാടത്തെ കേൾക്കണേ. പറഞ്ഞതേ മുതൽ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന കുളമാണെന്നല്ല കുട്ടി പറഞ്ഞത്. വാട്ട നോളജേ. അപ്പൊ ഈ എങ്ങനെ വെച്ച്? അല്ല, അപ്പൊ എങ്ങനെയാണ്? അങ്ങനെ ഒരു ദിവസം ഞാൻ അവന്റെ വീട്ടിലോട്ട് ചെന്നതാണ്. അപ്പൊ അവനോ എന്റെ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ദേഷ്യവും സങ്കടവും മനസ്സിൽ വെച്ച് ഒരു വാളെടുത്ത് എന്നിട്ട് അവൻ കഴുത്ത് നോക്കി അപ്പൊ ഈ എങ്ങനെ വെച്ച്? അതിനൊക്കെ വിഷമത്തിൽ കുട്ടി ഞാൻ അണ്ടിക്കുളത്തിനടുത്ത് പോയിരുന്നത് സ്വന്തം കാമുകനെ കൊന്നുകാണ്ടേ ആ വിഷമത്തിൽ പോയതാണ്. അത് ആൾക്കാരെ കാരണം പോലീസ് സ്റ്റേഷനിൽ എന്തായാലും കൊണ്ടുപോകുമല്ലോ. അപ്പൊ ഞാൻ ജയിലിൽ കിടക്കണ്ടല്ലോ. അന്നൊക്കെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാ? അന്ന് പോലീസ് സ്റ്റേഷനുണ്ട്. അന്ന് ഏതോ ഒരു പല പൊരട്ടം കെട്ടവര് പോലീസ് സ്റ്റേഷനിൽ തുടങ്ങി വെച്ചേ. മനുഷ്യന്മാർക്ക് നേരെ കൊല്ലാനും വയ്യ തിരിയാനും വയ്യാത്ത കോലത്തിൽ പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ അതിന്റെ ശേഷം ഞാൻ ആളെ കൊന്നതിന് ശേഷം അത് ഇനി പിന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നല്ല എനിക്ക് മനസ്സിലാവും. വെച്ചോണ്ടിരിക്കണേ കുറെ നേരമല്ലോ.
ശൈലിയാണ് കുട്ടി. ശൈലി. ആ പറയുവാക്കി. അപ്പൊ നാട്ടുകാർ അറിഞ്ഞാൽ എന്താണ് എന്നെ വഴക്ക് പറയും. അപ്പൊ ഇന്ന് പോലീസിനെ കുറിച്ച് കൊടുക്കൂലേ, അതിന്റെ ഇങ്ങനെ ആലോചിക്കും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ആലോചിക്കുമ്പോഴാണ് ഇന്റെ അടുത്തേക്ക് 2 വീണത്. അപ്പോഴാണ് എനിക്ക് നന്നായി വിശക്കണുണ്ട്. അപ്പൊ അന്റെ നിൽക്കാൻ എന്താണ് കൊച്ചിപ്പാറും. പക്ഷെ അതിലുണ്ടായിരുന്ന മുതലൊക്കെ എന്നെ തിന്നു. അതോടെ അതുകൊണ്ട് കുറച്ച് പോലീസിന് സമാധാനം ഉണ്ടാവും. അതെ അതെ, നീ പറഞ്ഞത് ശരിയാണ് കുട്ടി. ആ ചാവി എടുത്ത് ചിലക്ക് തുറക്കൂ. ഇപ്പൊ തുറക്കാം. കവാടം വേഗം തുറക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? തുറക്കാന്നല്ലേ ഞാനും പറഞ്ഞത്. ഇവിടെ വെച്ചു. സ്വാമിയുടെ തേങ്ങ വെച്ചു. കുട്ടി എനിക്ക് വേഗം പൂജ ചെയ്യൂ. നിനക്ക് ബുദ്ധിയാണോ? അതെ. നടുവിൽ നിൽക്കൂ. അവരുടെ ചുറ്റും കറങ്ങൂ. നന്നായി പ്രാർത്ഥിച്ചോളൂ. കുട്ടി നീ എന്നോട് പുറക്കണം. എന്തിനെ? ഞാൻ നിന്നെ മനഃപൂർവ്വം ഇവിടെ എത്തിക്കുകയായിരുന്നു. ഞാനും നിന്റെ സാമി തന്നെ. ഞങ്ങളെ കൊണ്ട് ഈ കവാടം തുറക്കാൻ പറ്റില്ല. അതിന്റെ ശിലന്റെ അടുത്താലല്ലേ എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ. ഓ അതൊക്കെയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യ സ്ത്രീ വന്നാൽ അത് കിട്ടുന്ന അറിഞ്ഞത്. ക്ഷമിക്കണം കുട്ടി. ഈ സാമിന്റെ എന്റെ ഹൃദയമാണ്.